ഒന്ന് തെസലോനിയൻസ്, ഫസ്റ്റ് തെസലോനിയൻസ് ചാപ്റ്റർ 2 രണ്ടാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് തെസലോനിയൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 1 through 6, 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം. വളരെ ശ്രദ്ധയോടെ തിരുവഴുത്തിലേക്ക് എല്ലാ പദങ്ങളിലൂടെയും പോകാനായിട്ട് കർത്താവ് നൽകുന്ന കൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ചെയ്യാം. നിങ്ങളെങ്കിലും വേദപുസ്തകം നന്നായിട്ടൊന്ന് നോക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കുവാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല. ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. ദൈവം സാക്ഷി. ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടെ ഇരിക്കുവാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോട്, നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ, മാനം അന്വേഷിച്ചില്ല. വളരെ ശ്രദ്ധേയമായ, വളരെ ഡീപ്പായി ചിന്തിക്കേണ്ട ചില വാക്യങ്ങളാണ് ഞാൻ ഇന്ന് സന്ധ്യയിലെ വായനയ്ക്കായിട്ട് തിരഞ്ഞെടുത്ത് വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ശുശ്രൂഷകന്റെ അക്കൗണ്ടബിലിറ്റി, അതാണ് അതിൻ്റെ പ്രധാന തീം. ഒരു ശുശ്രൂഷകൻ എങ്ങനെ ആയിരിക്കണം, അദ്ദേഹത്തിന്റെ അക്കൗണ്ടബിലിറ്റി, ആ ഒരു വിഷയമാണ് ഇവിടെ പ്രധാനമായിട്ടും. അതിൻ്റെ 1 മുതൽ വാസ്തവത്തിൽ അതിൻ്റെ 13 വരെ ആ കാര്യങ്ങളാണ് കിടക്കുന്നത്. ഞാൻ കർത്താവ് അനുവദിച്ചാൽ അത് 1-2 ആഴ്ചകൾ കൊണ്ട് പറയാം എന്നാണ് എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്നത്. കർത്താവ് സഹായിക്കുന്ന പോലെ പറയാം. ഇവിടെ അതിൻ്റെ 2-ന്റെ 1 വായിച്ചിട്ട് ഞാനൊരു അല്പം ബാക്കിലേക്ക് പോയി നിങ്ങളുടെ ചില കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് ഈ പാസേജിലേക്ക് വരാം. 2-ന്റെ 1 ദൈവാത്മാവ് എഴുതിയേക്കുന്നത് ശ്രദ്ധിക്കുക. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. വാസ്തവത്തിൽ ഈ 1-ാം അധ്യായം വായിക്കുമ്പോൾ തന്നെ അറിയാം, അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ അപ്പോസ്തലനും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തിമോത്തിയും സൈലസും ശീലാസും തെസലോനിക്കയിൽ ചെന്നത് ഒരിക്കലും വെയിനായിരുന്നില്ല, ഒരിക്കലും ഫ്രൂട്ട്ലെസ് ആയിരുന്നില്ല, മറ്റൊരു നിലയിൽ പറഞ്ഞാൽ യൂസ്ലെസ് ആയിരുന്നില്ല. അവിടെ വളരെ അത്ഭുതകരമായ ദൈവപ്രവൃത്തി ആ പട്ടണത്തിൽ നടന്നെന്നും അവിടെ ഒരു സഭ ഉടലെടുത്തെന്നുള്ളത് വെരി ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഈ വിഷയം വളരെ വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അധികം ഞാൻ ആ ഭാഗത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ താഴോട്ട് വായിക്കുമ്പോൾ പോള് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ പറയുന്നത് വ്യാജമല്ല, അത് അശുദ്ധിയിൽ നിന്ന് വന്നതല്ല, ഞങ്ങൾ ആരുടെയും ഒന്നും ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾക്ക് മുഖപക്ഷം ഇല്ല, ഞങ്ങൾ മുഖസ്തുതി പറയാറില്ല, ഞങ്ങൾ ദ്രവ്യാഗ്രഹികളല്ല, ഞങ്ങൾ മനുഷ്യന്റെ മാനം അന്വേഷിക്കുന്നില്ല, ഞങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നില്ല, ഞങ്ങൾ ദൈവത്തെയാണ് പ്രസാദിപ്പിക്കുന്നത്, ഞങ്ങളുടെ ഹൃദയം പരിശോധിക്കുന്നത് ദൈവമാണ്. അങ്ങനെ ആ ഒരു ശുശ്രൂഷകൻ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ മറ്റൊരു നിലയിൽ അതിനെ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു ശുശ്രൂഷകന്റെ ശുശ്രൂഷ വിജയകരമായി ദൈവമുമ്പാകെ തീരണമെങ്കിൽ ഈ നിലയിലായിരിക്കണം ആ ശുശ്രൂഷ നിവർത്തിക്കേണ്ടത്. അതാണ് അതിന്റെ പ്രധാനമായ അർത്ഥം. അല്ല എങ്കിൽ ഒരുപക്ഷെ നമുക്ക് മറ്റൊത്തിരി സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയേക്കാം, ഒത്തിരി അപ്രീസിയേഷൻ ലഭിച്ചേക്കാം, പക്ഷെ അതുകൊണ്ടൊന്നും നിലനിൽക്കുന്ന പ്രയോജനം ഉണ്ടാകുകയില്ല. ആത്മീയരായ ഒരാൾക്ക് അതൊക്കെ കാണുമ്പോൾ അറിയാനായിട്ട് കഴിയും, അദ്ദേഹം ദൈവത്തെയും മനുഷ്യരെയും വഞ്ചിക്കുന്നയാളാണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. പക്ഷേ ഇവിടെ ഈ അപ്പോസ്തലൻ പറയുന്ന പ്രധാനപ്പെട്ട ആ പദങ്ങൾ, ഞാൻ ഈ വേദഭാഗം എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാനും
അത് അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പ്രാർത്ഥിക്കാനും ഒക്കെ ഇടയായിട്ടുള്ള വേദഭാഗങ്ങളാണ്. ആ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ 2-ാം അധ്യായം പ്രത്യേകം നോട്ട് ചെയ്യാനായിട്ട് കർത്താവ് എനിക്ക് കൃപ നൽകിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ വചനപഠനം കേൾക്കുന്ന നിങ്ങൾക്കും അതൊരു പ്രയോജനമായി തീരാനായിട്ടാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് ശുശ്രൂഷയുമായിട്ട് കർത്താവിന് വേണ്ടി അധ്വാനിക്കാനായിട്ട് ഏതെങ്കിലും നിലയിൽ ആഗ്രഹിക്കുന്ന ആളുകൾ വിശേഷാൽ ഈ ഭാഗങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. ഇതൊരു ഒരു അക്കൗണ്ടബിലിറ്റി ഓഫ് എ മിനിസ്റ്റർ, അതാണ് ഈ വേദഭാഗത്ത് പ്രധാനമായിട്ടും പരിശുദ്ധാത്മാവ് എഴുതി വെച്ചേക്കുന്നത്. എന്തുകൊണ്ടാണ് 1-ാം അധ്യായത്തിലെ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് പോള് ഒരു സ്ഥലത്ത് തൻ്റെ സഹപ്രവർത്തകരുമായിട്ട് ചെല്ലുന്നു, അവിടെ ഗോസ്പല് പറയുന്നു, അവിടെ ഒരു സഭ സ്ഥാപിക്കപ്പെടുന്നു, ആ സഭ ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് ദൈനംദിനം വളർന്നുകൊണ്ടിരിക്കുന്നു, കർത്താവിന്റെ സ്വഭാവത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു, അത് അനേകർക്ക് മാതൃകയായി തീരുന്നു. എന്തുകൊണ്ടാണ് ആ നിലയിലുള്ള ഒരു റിസൾട്ട് ആ സഭയിൽ ഉണ്ടാകാനായിട്ടുള്ള കാര്യം? അപ്പോസ്തലൻ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്, ആ ശുശ്രൂഷ എൻ്റെ ഇന്റഗ്രിറ്റിയോടെ ആയിരുന്നു, എനിക്ക് അതിനകത്ത് വേറൊരു ലാഭവും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നാണ് ഭക്തൻ ഈ വേദഭാഗത്ത് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഈ 2-ാം അധ്യായം വായിക്കുമ്പോൾ പോള് പറയുന്ന ചില പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഞങ്ങളുടെ പ്രബോധന അബദ്ധത്തിൽ നിന്നല്ല, അശുദ്ധിയിൽ നിന്നല്ല, വ്യാജത്തോടെ അല്ല, അങ്ങനെയൊക്കെ പറയാൻ. അതുപോലെ തന്നെ മറ്റൊരു വാക്ക്, ഞങ്ങൾ മുഖസ്തുതി പറയുന്നില്ല, ഞങ്ങൾ ദ്രവ്യാഗ്രഹികളല്ല, ഞങ്ങൾ മെൻ പ്ലീസേഴ്സ് അല്ല, ഈ ഞങ്ങൾ അപ്പോസ്തലന്മാരെന്ന ഘനത്തോടെ ഇരിക്കാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ നിങ്ങളോടാകട്ടെ മനുഷ്യരോടാകട്ടെ ആരോടും ഒരു മാനവും ചോദിച്ചില്ല. ഇത് ഈ നിലയിൽ പോള് തെസലോനിക്ക സഭയിലെ അംഗങ്ങളോട് എഴുതി അറിയിക്കാനായിട്ടുള്ള ഒരു പ്രധാന കാരണം, ഈ ബൈബിൾ കമന്ററി ഒക്കെ എഴുതുന്ന, നല്ലപോലെ വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആത്മീയരായ അധ്യാപകർ അതിനെപ്പറ്റി പറയുന്നൊരു പശ്ചാത്തലം എന്നാണെന്നറിയാമോ? സഭയുടെ പുറത്ത് നിന്ന്, ഈ പട്ടണം ഒരു ജെന്റൈൽ സിറ്റിയാണ്, ആ ജെന്റൈൽ സിറ്റിയിൽ കൊരിന്തിനൊക്കെ അടുത്ത് കിടക്കുന്ന പട്ടണമായതുകൊണ്ട്, അതൊരു യൂറോപ്പിന്റെ ഭാഗമായിരുന്നുകൊണ്ട് അന്നത്തെ കാലത്ത് എല്ലാ മ്ലേച്ഛതകളും ആ പട്ടണത്തിനകത്തുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഐഡൽ വർഷിപ്പേഴ്സും അഡൽറ്ററിയും എന്തെല്ലാം ഒരു പട്ടണത്തിലെ അഴുക്കുണ്ടോ അതെല്ലാം ആ പട്ടണത്തിലുണ്ട്. ആ പട്ടണത്തിലെ മറ്റ് റിലീജിയസ് ലീഡേഴ്സ്, നിങ്ങൾ കേട്ടിട്ടുള്ള ചില പദങ്ങൾ ഉണ്ടായിരിക്കാം. അവിടെ ഉണ്ടായിരുന്ന ഈ ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ആളുകൾ, അന്നത്തെ റിലീജിയസ് ലീഡേഴ്സ്, അവര് ദ്രവ്യാഗ്രഹികളാണ്, അവര് സെൻഷ്വൽ ആണ്. അങ്ങനെയുള്ള ആളുകൾ ഈ സഭയിലെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കേട്ടിട്ടും കണ്ടിട്ടും അവര് ചിന്തിക്കുന്നത് ആ നിലയിലുള്ള എന്തോ ഒരു റിലീജിയൻ സിസ്റ്റം ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവര് ഈ സഭയെ തകർക്കാനായിട്ട് പുറത്തു നിന്നുള്ള ആളുകൾ പൗലോസിനെ അക്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരു പക്ഷേ ജൂസ് ആയിട്ടുള്ള യഹൂദന്മാരായിട്ടുള്ള ആളുകളും അതിന് തുനിഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് പോള് പറയുകയാണ്, ഇവര് പറയുന്ന പോലെ ഞങ്ങൾ ട്രൂത്താണ് പറയുന്നത്, ഞങ്ങളുടെ ഭാഗത്ത് എറർ ഇല്ല, ഈ മറ്റ് റിലീജിയസിലെ ലീഡേഴ്സിനെ പോലെ അല്ല ഞങ്ങൾ ഇന്റഗ്രിറ്റി ഉള്ളവരാണ്, ഞങ്ങൾ നിങ്ങളോട് ഒന്നും ചോദിച്ചിട്ടില്ല, രാത്രിയും പകലും അധ്വാനിച്ചാണ് ഞങ്ങൾ വേല ചെയ്യുന്നത്. ഈ പദങ്ങളൊക്കെ അവിടെ വരുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഈ പദങ്ങളൊക്കെ അവിടെ വരുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത്, ഈ നിലയിലുള്ള അക്യൂസേഷൻ അപ്പോസ്തലനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. മനസ്സിലാവുന്നോ? ഇങ്ങനെയാണ് നമ്മൾ വാസ്തവത്തിൽ വേദപുസ്തകം പഠിക്കേണ്ടത്. ഇങ്ങനെ വേദപുസ്തകം വായിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകാനായിട്ട് കഴിയും. അങ്ങനെ തനിക്കെതിരെ അക്യൂസേഷൻസ് ഒക്കെ വന്നപ്പോഴാണ് 2:1 അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇവിടെ ഈ നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ, ആസ് യു നോ, ആസ് യു നോ, ആസ് യു നോ എന്ന് വളരെ ഇത്രയും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന വേറൊരു എപ്പിസോഡും ഇല്ല. കാരണം
പോള് പറയുന്നതിന്റെ അർത്ഥം എന്നാന്ന് അറിയാമോ? പോള് ആ തൻ്റെ വിശ്വാസികളുടെ എക്സ്പീരിയൻസ് അവര് പറയട്ടെ, ഞങ്ങൾ വ്യാജത്തോടെയാണോ വന്നത്, അവര് പറയട്ടെ ഞങ്ങളുടെ മോട്ടീവ് തെറ്റായിരുന്നു, അവര് പറയട്ടെ ഞങ്ങളുടെ മെസ്സേജ് വ്യാജമായിരുന്നു. നിങ്ങൾ ഈ ഒന്ന് വേദപുസ്തകത്തിലേക്ക് നോക്കാമോ? അങ്ങനെ പറഞ്ഞേക്കുന്ന ചില പദങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. വേഴ്സ് 1, ചാപ്റ്റർ 2 വേഴ്സ് 1, യു യുവേഴ്സെൽഫ് നോ. നിങ്ങൾ കണ്ടോ? നിങ്ങൾ അറിയുന്നുവല്ലോ. രണ്ടാം വാക്യം ചാപ്റ്റർ 2 വേഴ്സ് 2, അതിന്റെ ആസ് യു നോ. കണ്ടോ? വീണ്ടും 5-ാം വാക്യം ആസ് യു നോ. വീണ്ടും വേഴ്സ് 9, ഫോർ യുവർ റീകോൾ ബ്രദറൻ. വേഴ്സ് 10, യു ആർ വിറ്റ്നസ്. വേഴ്സ് 11, ജസ്റ്റ് ആസ് യു നോ. 11 വാക്യത്തിൽ 6 പ്രാവശ്യം അപ്പോസ്തലൻ പറഞ്ഞേക്കാണ്, he really calls them to remember their own experience with him as a validation enough. ഞാനൊന്നും പറയുന്നില്ല, എനിക്ക് ഒരു ടെസ്റ്റിമണി അങ്ങോട്ട് പറയാനായിട്ടില്ല. ഈ സഭയിലെ ആളുകളോട് തന്നെ ചോദിച്ചു നോക്ക്, ആ ഉപദേശം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ആസ് യു നോ, നിങ്ങൾ അറിയുന്നുവല്ലോ, നിങ്ങൾ സാക്ഷി, ദൈവം സാക്ഷി, നിങ്ങൾ അറിയുന്നല്ലോ എന്ന അധ്യായത്തിൽ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ഇനിയും 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്കും 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ആസ് യു നോ എന്ന് കാണാം. 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിനകത്ത് ആസ് യു നോ എന്ന് കാണാം. 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിനകത്ത് 2 പ്രാവശ്യം ഈ നിലയിലുള്ള ടേം പോളിനെ കൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതിക്കുകയാണ്. അതുപോലെ തന്നെ 2 തെസ്സലോനിയൻസിനകത്തും ഈ പദങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. കാരണം തൻ്റെ ഇന്റഗ്രിറ്റിയെ, തൻ്റെ സിൻസിയറിറ്റിയെ ഇത് ഒപ്പോണൻസ് ഓൾവേസ് അറ്റാക്കിങ് ഹിസ് സിൻസിയറിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. അതിന് മറുപടിയായിട്ട് പോള് പറയുകയാണ്, ആസ്ക് ടു ദം. അവരതിന് അനുഭവ സാക്ഷികളാണ്, അവരത് അനുഭവിച്ചതാണ്. ഞാൻ അവരുടെ അടുക്കൽ ചെന്നത് വ്യർത്ഥമായില്ല എന്ന് അവർ അറിയുന്നുവല്ലോ. അതെങ്ങനെ? ദൈവവചനം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന ഈ സഭയിലെ ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ നിങ്ങൾ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ എന്നൊരു ചോദ്യം, എന്നൊരു കോട്ട് അപ്പോസ്തലൻ പറഞ്ഞാൽ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് 1-ാം അധ്യായത്തിലേക്ക് പോയാൽ അവരുടെ അടുക്കൽ ചെന്നത് വ്യർത്ഥമായില്ല എന്നതിന്റെ തെളിവാണ് 1-ാം അധ്യായത്തിനകത്തെ ക്വാളിറ്റി. മനസ്സിലാവുന്നോ? നിങ്ങൾ ഓർക്കുന്നോ? അവരുടെ വിശ്വാസത്തിന്റെ വേല, സ്നേഹത്തിന്റെ പ്രയത്നം, പ്രത്യാശയുടെ സ്ഥിരത, ദൈവത്താ സ്നേഹിക്കപ്പെട്ടു, ദൈവത്താ തിരഞ്ഞെടുക്കപ്പെട്ടു, അവര് സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു, ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുകാരികളായി തീർന്നു, അനേകർക്ക് മാതൃകയായി തീർന്നു. സുവിശേഷം അവരുടെ സഭയിൽ നിന്ന് പട്ടണം തോറും മുഴങ്ങിച്ചെന്നുകൊണ്ടിരുന്നു. അവര് വിഗ്രഹങ്ങളെ, പാപത്തെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു, കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നു. ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു സഭയോട് ആ ശുശ്രൂഷകൻ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ക്ലിയർ ആയോ? എത്ര ആരും റിപ്പോർട്ട് കൊടുക്കണ്ട, ആരും പരസ്യം ചെയ്യാനായിട്ട് പോകണ്ട. ആ ദൈവമക്കൾ തന്നെ അവരനുഭവിച്ചതിന്, അവരുടെ ജീവിതത്തിൽ രൂപാന്തരം വന്നതിന് സാക്ഷിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ശുശ്രൂഷകൻ ഒരു ലോക്കൽ സഭയിലായിരിക്കുമ്പോൾ ഈ നിലയിലുള്ള ക്വാളിറ്റി അവിടുത്തെ ദൈവമക്കൾക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അദ്ദേഹം വ്യാജത്തോടെ അല്ല വചനം പറയുന്നത്. അദ്ദേഹത്തിന് ദ്രവ്യാഗ്രഹമില്ല, അദ്ദേഹം മുഖസ്തുതി ഉപയോഗിക്കാറില്ല. ഇങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള വിശ്വാസികൾ ആ സഭയിൽ ഉണ്ടാകുകയും ചെയ്യും. മനസ്സിലാവുന്നോ? ഇതാണ് ആ 1-ാം വാക്യത്തിന്റെ പ്രധാനപ്പെട്ട അർത്ഥം. പോള് തൻ്റെ ഒപ്പോണന്റിനോട്, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പൗലോസിനെ പേഴ്സണലി അറ്റാക്ക് ചെയ്തപ്പം പോൾ ഒരക്ഷരം പോലും അവരോട് പറയുന്നില്ല, ഒരക്ഷരം പോലും. എന്നാൽ ഉപദേശ സംബന്ധമായി ഡോക്ട്രിനൽ ഇഷ്യൂവിൽ അറ്റാക്ക് ചെയ്തപ്പം
പോള് വിളിക്കുന്ന പേരൊക്കെ എന്താണ്? ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. ആ ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ. ആ ദുഷ്ടന്മാരായ ആളുകളാണ് എനിക്ക് മുള്ളു വരുത്തിയിരിക്കുന്നത്, ദൈവകൃപ. ഇങ്ങനെ ആ പദങ്ങളൊക്കെ നോക്കിയാൽ പേഴ്സണലി അറ്റാക്ക് ചെയ്യപ്പെടുമ്പോൾ ആ വ്യക്തി പ്രതികരിക്കുന്നില്ല. എനിക്കൊരു ലിസ്റ്റ് പോളിനെ പറ്റി തരാനായിട്ട് കഴിയും. അദ്ദേഹം പ്രതികരിക്കുന്നില്ല, ആരും പ്രതികരിക്കുന്നില്ല. മോശ പോലും പേഴ്സണൽ അറ്റാക്കിൽ പ്രതികരിച്ചില്ല. പക്ഷേ ദൈവത്തോട്, ദൈവവചനത്തോട്, ആത്മീയതയോട്, തിരുവെഴുത്തിനോട് കൂട്ടിച്ചേർത്തപ്പോൾ അവരെ പ്രതികരിക്കാനായിട്ട് തുടങ്ങി. ഇതായിരിക്കണം ഒരു ദൈവസഭ. ഒരു കൺസെഷനും ആ കാര്യത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒരു ട്രൂ വർക്ക് ഓഫ് ഗോഡ്, ദൈവസഭയിലെ ഒരു ദൈവപ്രവൃത്തി എന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ പ്രശ്നങ്ങളും കഷ്ടങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ്. അതിനകത്തുനിന്ന് വിടുതൽ നമുക്കുണ്ടാകണം. ആ കാര്യത്തിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ കർത്താവ് നമുക്ക് മറുപടി തരാം, ചിലപ്പോൾ കർത്താവ് നമുക്ക് മറുപടി തരാതിരിക്കാം. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. നമുക്കറിയില്ല, ഒരാൾക്ക് പോലും അറിയില്ല. ചിലപ്പോൾ രോഗസൗഖ്യം അത്ഭുതകരമായിട്ട് തരുന്നു, അല്ലെങ്കിൽ ദൈവം നമുക്ക് കൃപ നൽകുന്നു. ഇതാണ് ബൈബിൾ നമ്മളോട് പറയുന്ന കാര്യം. എന്നാൽ ഈ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റി എല്ലാവർക്കും ഉണ്ടാകണം. അതിനൊരു കൺസെഷനും തിരുവെഴുത്ത് പറയുന്നില്ല. പോളിവിടെ പറയുകയാണ്, അവർ മിനിസ്ട്രി വാസ് നോട്ട് ഇൻ വെയിൻ എന്ന് പറഞ്ഞാൽ നോട്ട് ഇൻ വെയിൻ ഇൻ ഇറ്റ്സ് ക്വാളിറ്റി, നോട്ട് ഇൻ വെയിൻ ഇൻ ഇറ്റ്സ് കണ്ടന്റ്, നോട്ട് ഇൻ വെയിൻ ഇൻ ഇറ്റ്സ് റിസൾട്ട്. അതിന്റെ റിസൾട്ടിലോ, അതിന്റെ കണ്ടന്റിലോ, അതിന്റെ ക്വാളിറ്റിയിലോ വ്യർത്ഥമായിരുന്നില്ല. കാരണം എന്നാ? അതിന്റെ ക്വാളിറ്റി എന്താണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ ശക്തി ഉണ്ടായിരുന്നു. അതിന്റെ കണ്ടന്റ് എന്നായിരുന്നു? വളരെ കൃത്യമായിരുന്നു. ഞാൻ അവിടെ വായിക്കുന്ന വാക്ക് കേവലം വചനത്തോടെ മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. അതാണ് അതിന്റെ കണ്ടന്റ് എന്നുള്ളത്. എന്ന് മാത്രമല്ല, അത് വളരെ ഡൈനാമിക് എഫക്റ്റ് ആയിരുന്നു ആ സഭയിൽ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അങ്ങനാണെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ശുശ്രൂഷയുടെ എന്താണ് ഇത്രയും ശക്തമായിട്ട് അപ്പോസ്തലനെ ദൈവത്താൽ ഉപയോഗിക്കപ്പെടാനായിട്ടുള്ള കാര്യം? വാട്ട് ആർ ദ ഇൻഗ്രീഡിയൻസ് ദാറ്റ് മെയ്ഡ് ഫോർ എ എഫക്റ്റീവ് സ്പിരിച്വൽ ലീഡർഷിപ്പ്? അതാണ് ഈ അധ്യായം. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ്? നമുക്കറിയാം, മറ്റ് ഓരോ കാര്യങ്ങൾ നന്നാകണമെങ്കിൽ അതിന്റെ ഇൻഗ്രീഡിയൻസ് ശരിയാകണം എന്ന് പറഞ്ഞ പോലെ ഒരുവന്റെ ശുശ്രൂഷ ഫലപ്രദമായി മാറണമെങ്കിൽ, നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമാകാതിരിക്കണമെങ്കിൽ, വചന ശുശ്രൂഷ വെയിനാകാതിരിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കണം. ആ സഭയിൽ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ നിലയിലുള്ള ക്വാളിറ്റി കേൾവിക്കാരിലും ഉണ്ടായിരിക്കണം. അതാണ് ഞാൻ അല്പസമയം പറയാനായിട്ട് പോകുന്ന 5 കാര്യം ഈ 6 വാക്യത്തിനകത്തുണ്ട്. 5 ingredients that made a effective spiritual leader. 5 കാര്യങ്ങൾ ഇവിടെ. ഈ 5 കാര്യങ്ങൾ അല്പം കൂടെ വിശദമായിട്ട് പറഞ്ഞാൽ, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിലുള്ള 5 കാര്യങ്ങളാണ്. 5 കാര്യങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ. 2-ാം വാക്യത്തിനകത്ത് ഒരു കാര്യമുണ്ട്, 3-ാം വാക്യത്തിനകത്ത് ഒരു കാര്യമുണ്ട്, 4-ാം വാക്യത്തിനകത്ത് 2 കാര്യമുണ്ട്, 5-ാം വാക്യത്തിനകത്ത് ഒരു കാര്യമുണ്ട്, 6-ാം വാക്യത്തിനകത്ത് ഒരു കാര്യമുണ്ട്. ഞാൻ ആ 6 കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും എഫക്റ്റ് തൻ്റെ ശുശ്രൂഷയിൽ സഭയിൽ ഉണ്ടായതെന്ന് അപ്പോസ്തലൻ പറയുകയാണ്. അതിന് ആ 5 കാര്യങ്ങൾ ആ 6 വാക്യത്തിനകത്തുണ്ട്. ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല എന്നതിന് 5 കാരണങ്ങൾ. 1, he was confident in God's power. 2-ാം വാക്യം അങ്ങനല്ലേ? വളരെ പോരാട്ടം സഹിച്ചിട്ടും ഞങ്ങൾ അവിടെ നിന്നു, ഞങ്ങൾ അവിടെ സുവിശേഷം പ്രസംഗിച്ചു. കാരണം എന്നാ? he was confident in God's power. ദൈവശക്തിയിൽ തനിക്ക് വളരെ കൃത്യമായ ആശ്രയം ഉണ്ടായിരുന്നു. വളരെ കൃത്യമായ, വളരെ കോൺഫിഡന്റ് ആയിരുന്നു ദൈവശക്തിയിൽ. അതാണ് 1-ാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം, he was committed to God's truth. ദൈവിക സത്യങ്ങൾക്ക്
തന്നെ തന്നെ ഏൽപ്പിച്ചു. ഹി വാസ് കമ്മിറ്റഡ് ടു ഗോഡ്സ് ട്രൂത്ത്. അതാണ് മൂന്നാമത്തെ വാക്യം. ഞങ്ങളുടെ പ്രബോധന അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെ ആയിരുന്നില്ല. ഹി വാസ് സോ മച്ച് കമ്മിറ്റഡ് ടു ഗോഡ്സ് ട്രൂത്ത്. മൂന്നാമത്തേത്, ഹി വാസ് കമ്മീഷൻഡ് ബൈ ഗോഡ്സ് വിൽ. ദൈവഹിതത്താൽ നിയോഗിക്കപ്പെട്ട ആളായിരുന്നു പൗലോസ്. നാലാം വാക്യം എങ്ങനെ വായിക്കുന്നത്? ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞ പോലെ. ഹി വാസ് കമ്മീഷൻഡ് ബൈ ഗോഡ് ആൻഡ് ഗോഡ് അലോൺ. അതാണ് തന്റെ ശുശ്രൂഷ വിജയമാകാനായിട്ടുള്ള കാര്യം. നാലാമത്തേത്, ഹി വാസ് കമ്പൽഡ് ബൈ ഗോഡ്സ് നോളജ്. അതായത് നിങ്ങൾ അറിയും പോലെ മുഖസ്തുതി പറഞ്ഞ ആളെ കൂട്ടുകയോ എന്തെങ്കിലും ഗിമ്മിക്ക് കാണിച്ച ആളെ കൂട്ടുക അല്ല. ഹി വാസ് കമ്പൽഡ് ബൈ ഗോഡ്സ് നോളജ്. ദൈവീക ദൈവീക ജ്ഞാനമാണ് ഞങ്ങളെ കമ്പല് ചെയ്തത്. അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തേത്, ഹി വാസ് കൺസ്യൂംഡ് വിത്ത് ഗോഡ്സ് ഗ്ലോറി. ദൈവത്തിന്റെ മാനത്താൽ അദ്ദേഹം അങ്ങ് നിറഞ്ഞു. അത് മതി. വേറെ ആര് വേലയ്യ പറയണ്ട, വേറെ ആരുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട, നിങ്ങൾ എല്ലാവരും ഞാൻ നല്ലതാന്ന് പറയണ്ട. മനുഷ്യന്റെ മാനം ഞാൻ അന്വേഷിച്ചില്ല. നിങ്ങളോടാകട്ടെ, തെസ്സലോനിക്കരോടാകട്ടെ, കൊരിന്ത്യരോടാകട്ടെ, ആരോട് ഞാൻ അന്വേഷിച്ചില്ല. ദൈവത്തിന്റെ മാനം അത്രേ ഞാൻ അന്വേഷിച്ചത്. ഈ 5 കാര്യം നമ്മുടെ ജീവിതത്തിൽ, അത് ഉപദേശിയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിൽ ഈ 5 കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം എത്ര അനുഗ്രഹമായി തീരും. ഈ 6 വാക്യം അത്ര റിച്ചാണ്, അത്ര റിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, വർഷങ്ങൾക്ക് മുമ്പ് ഈ വേദഭാഗം വായിക്കാനും പഠിക്കാനും ഒക്കെ ദൈവം എനിക്കൊരു കൃപ നൽകിയിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ 2-ാം അധ്യായം വളരെ പർട്ടിക്കുലറായിട്ട് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ ഇടപെട്ടിട്ടുള്ള അധ്യായമാണ് ഈ 2-ാം അധ്യായം. അത് എത്രമാത്രം എനിക്ക് പറഞ്ഞു തരാൻ കഴിയുമെന്ന് അറിയില്ല. ദൈവം കൃപ നൽകുന്ന പോലെ ഞാൻ പറഞ്ഞു തരാം. ദിസ് ഈസ് ദ അക്കൗണ്ടബിലിറ്റി ഓഫ് എ മിനിസ്റ്റർ. ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് പോകാം. 2-ാം വാക്യം ശ്രദ്ധയോടെ വായിച്ച് ആ 5 പോയിന്റ് മറന്നു പോകരുത്. ഒന്നാമത്തെ കാര്യം 2-ാം വാക്യത്തിനകത്താണ്. വേഴ്സ് 2, നിങ്ങൾ അറിയും പോലെ. പോൾ പറയുകയാണ്, എനിക്ക് ആരുടെയും പുറത്തുള്ള ടീച്ചേഴ്സിന്റെ ഒരു സമ്മതപത്രവും വേണ്ട. നിങ്ങളറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കുവാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. ഒന്നാമത്തെ കാര്യം, ഹി വാസ് കോൺഫിഡന്റ് ഇൻ ഗോഡ്സ് പവർ. അതുകൊണ്ടാണ് ഒരാൾ പറഞ്ഞത്, ഹി വാസ് കോൺഫിഡന്റ് ഇൻ ഗോഡ്സ് പവർ ആൻഡ് ദാറ്റ് ഗേവ് ഹിം ടെനാസിറ്റി എന്നാണ് പറഞ്ഞത്. ആ ദൈവശക്തിയെ പറ്റി വളരെ ബോധ്യം ഉണ്ടായിരുന്നുകൊണ്ട് താൻ ആ അറിഞ്ഞ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. അതാണ് എൻ്റെ അർത്ഥം. ഒരു വിട്ടുവീഴ്ചയ്ക്കും. അവിടെ ഞാനത് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. തെസ്സലോനിക്കയിലേക്ക് വരുന്നതിന് മുമ്പ് ഫിലിപ്പിയിലായിരുന്നു, അല്ലേ? ഫിലിപ്പിയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കറിയാം, ആക്സ് 14 കല്ലേറുകൊണ്ട് ചാകാറാകാൻ, അല്ലേ? 13, 14 അവിടെ എല്ലാം ഗലാത്തിയിലെ സഭകൾ സ്ഥാപിക്കപ്പെടുന്നു. 15-ാം അധ്യായത്തിൽ അടുത്ത മിഷണറി പ്രവർത്തനത്തിനായിട്ട് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിനാൽ വേർതിരിക്കപ്പെടുന്നു. ഇറങ്ങിയപ്പോൾ മുതൽ കഷ്ടമാണ്. ജീവൻ പോകേണ്ട സാഹചര്യമായിട്ട് പോലും അന്നേൽ അടുത്ത ലൊക്കാലിറ്റിയിൽ ചെല്ലുമ്പോൾ അല്പ ഷുഗർ കോട്ടഡ് സർമൺ ആകാം എന്നില്ല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നോ? ബെസ്റ്റ് എക്സാമ്പിള്, നമ്മുടെ കർത്താവിനെ നസ്രത്തിൽ നിന്ന് പുറത്താക്കി. തൻ്റെ സ്വന്തം സ്ഥലമാണ്, തൻ്റെ അല്ലെങ്കിൽ താൻ വളർന്ന സ്ഥലമാണ്. നസ്രത്തിൽ നിന്ന് പുറത്താക്കി കവർന്നഹൂമിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോഴും സെർമൺ ഒരു വ്യത്യാസമില്ല. ശ്രദ്ധിച്ചോ? നമ്മളാണെങ്കിൽ ഒത്തിരി പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ട് ബ്രദറെ, അതൊന്നും പറയാനായി എനിക്ക് ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ പേഴ്സണലി പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുകയും എന്തെങ്കിലുമൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്നത് ഈ ദൈവവചനത്തെ കൂട്ടുചേർക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിന് വളരെ വിഷമം. ഈയിടെ ഒരാൾ പറഞ്ഞൊരു വാചകം എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു.
അവര് ഞാൻ സൺഡേയിൽ അതാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾ പറഞ്ഞൊരു വാചകം ഇതാണ്, അവരൊരു ഗ്രൂപ്പിനെ, ഒരു എലിവേറ്റഡ് ഗ്രൂപ്പിനെ കാണിച്ചിട്ട് പറയാണ് ദേ ആർ ഗ്രേറ്റ് അപ്പോസൽസ്. ഏതാ? ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളെ അവർ വിളിക്കുകയാണ് ഗ്രേറ്റ് അപ്പോസൽ. ഞാനത് കേട്ടപ്പോ നടുങ്ങിപ്പോയി. ഗ്രേറ്റ് അപ്പോസലോ? അങ്ങനെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്റെ മേൽ സഭ പണിതിരിക്കുന്നു എന്നാണ് വേദപുസ്തക വാക്യം. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയണമെങ്കിൽ എന്നോട് പിന്നെ ചോദിച്ചാൽ മതി, ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിപ്പോൾ എനിക്ക് പറയാനായിട്ട് സമയമില്ല. ഗ്രേറ്റ് അപ്പോസ്തലാണ് ഞങ്ങളെന്നും, അതുകൊണ്ട് ഈ താഴെ ഇരിക്കുന്ന ആളുകൾ, ഏത് ഈ മുന്നിലിരിക്കുന്ന പ്യൂവിലിരിക്കുന്ന ആളുകൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം. എന്നിട്ട് അവർ വ്യാഖ്യാനിച്ച് കേൾക്കണോ? അന്ന് പോളിനും പീറ്ററിനും ഒക്കെ ഡിവൈൻ റെവലേഷൻ കിട്ടി പുസ്തകം എഴുതിയതുപോലെ ഞങ്ങൾക്കും അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ നിങ്ങളോട് പറയുകയാണെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര അപകടം പിടിച്ചൊരു സെന്റൻസ് ആണ് ആ പറഞ്ഞതെന്ന്. അങ്ങനെ ഈ പാവം, ഈ താഴെ ഇരിക്കുന്ന ദൈവമക്കളുണ്ടല്ലോ, അവര് സിൻസിയർ ആണ്, അവര് ഹോളി ആയിരിക്കും ഒരു പക്ഷേ, ബട്ട് ദേ ആർ സിൻസിയർലി ഡിസീവ്ഡ്. അവര് അങ്ങനെ തന്നെ വഞ്ചിക്കപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അപ്പോസ്തലൻ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയപ്പം തന്റെ സന്ദേശത്തിന് ഒരു മാറ്റവും ഇല്ല. തന്റെ പ്രഷർ തന്നെ ബാധിക്കുന്നില്ല. ഒരു വേറെ പറഞ്ഞാൽ എല്ലായിടത്തുനിന്നും മെസ്സേജിനെ ഡൈലൂട്ട് ചെയ്യാനായിട്ടുള്ള പ്രഷറുണ്ട്. ജീവൻ അപകടത്തിലാകുന്നു, കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ വിട്ടുപോകുന്നു. അങ്ങനെ ഒത്തിരി 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 പ്രശ്നങ്ങളാണ്, ഒത്തിരി പ്രശ്നം. പക്ഷെ അവിടെയും ഒരു കൺസെഷനും ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അവിടെ മനസ്സിലാക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അവർ ഗോഡ് വാസ് മോർ പവർഫുൾ ദാൻ അവർ ഒപ്പോസിഷൻ. അതാണ് അവിടുത്തെ സന്ദേശം. താൻ എന്തുകൊണ്ടാണ് ഹി വാസ് കോൺഫിഡന്റ് ഇൻ ഗോഡ്സ് പവർ? വൈ? ബിക്കോസ് അവർ ഗോഡ് ഈസ് മോർ പവർഫുൾ ദാൻ അവർ ഒപ്പോസിഷൻ. അതാണ് തന്റെ ടെനാസിറ്റിയുടെ കാര്യം, തന്റെ എരിവിന്റെ കാര്യം, തന്റെ ആ സന്ദേശത്തിന്റെ മൂർച്ചയുടെ കാര്യം. അതാണ് പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗം നമ്മളെ ഭരിക്കണം. ഇവിടുത്തെ 2 പദം കേട്ടോ. ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചു. അവിടുത്തെ 2 പദമുണ്ട്. ദ വേർഡ് സഫേർഡ് ആൻഡ് ദ വേർഡ് മിസ്ട്രീറ്റഡ്. സഫേർഡ് ഫിസിക്കൽ ആണ്, മിസ്ട്രീറ്റഡ് ഇന്റേണൽ ആൻഡ് ലോഫുള്ളി ആണ്. മനസ്സിലാവുന്ന 2 പദം. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ എഴുതിയേക്കുന്നത്. ഞങ്ങൾ കഷ്ടം അനുഭവിച്ചു, മീനിങ് ഫിസിക്കൽ അബ്യൂസ്. അടികൊണ്ടു, ഞങ്ങളെ റോഡിലൂടെ വലിച്ചിഴച്ചു, ഞങ്ങളെ കാരാഗ്രഹത്തിൽ കൊണ്ടുവന്നാക്കി, അവിടെ ഞങ്ങളെ വല്ലാത്ത നിലയിൽ ഉപദ്രവിച്ചു. കഷ്ടം മാത്രമല്ല, അപമാനം. എന്താ അപമാനം? മീനിങ് ലീഗൽ അബ്യൂസ്, അൺജസ്റ്റ്ലി ജഡ്ജ്ഡ്. ഒരു റോമൻ സിറ്റിസണെ ഒരിക്കലും അങ്ങനെ വിധിക്കാനായിട്ട്, ഉപദ്രവിക്കാനായിട്ട് അനുവാദമില്ല. ഞങ്ങൾ മിസ്ട്രീറ്റ് ചെയ്യപ്പെട്ടു. ഇന്റേണലി ഞങ്ങൾ മുറിവേറ്റു, എക്സ്റ്റേണലി ഞങ്ങൾ അടികൊണ്ടു. ലോ ഞങ്ങൾക്കെതിരായിരുന്നു, എല്ലാം ഞങ്ങൾക്കെതിരായിരുന്നു. ഞങ്ങളെ അവര് ഷെയിംഫുള്ളി ദേ ട്രീറ്റഡ്, ഞങ്ങളെ ഇൻസൾട്ട് ചെയ്തു. ഫിസിക്കൽ പെയിൻ മാത്രമല്ല, പബ്ലിക് ഡീഗ്രഡേഷൻ, ഇതെല്ലാം ഞങ്ങൾക്കുണ്ടായി. പക്ഷെ അവിടെയും ഞങ്ങള് ആ വലിയ കഷ്ടത്തിന്റെ നടുവിലും ഞങ്ങളുടെ സ്ട്രാറ്റജി മാറ്റിയില്ല. അവിടെയും ഞങ്ങൾ ഗോസ്പല് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഫിലിപ്പിയിൽ നിൽക്കാൻ കഴിയാതെ പോരുകയായിരുന്നു, തെസലോനിക്കയിൽ രാത്രിക്ക് പോവുകയായിരുന്നു, ബെരോവയിൽ ചെന്നപ്പോഴും ശത്രുക്കൾ തന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവശക്തിയിലുള്ള തന്റെ ആശ്രയമാണ്. എന്തുകൊണ്ടാണ് ആ ഭക്തൻ പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ല. കാരണം ഞങ്ങളുടെ ഒപ്പോസിഷൻ ഫിസിക്കലി ആയിട്ടും ഇന്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടും ഞങ്ങൾ മിസ്ട്രീറ്റ് ചെയ്യപ്പെട്ടപ്പോഴും ഞങ്ങൾ ദൈവത്തിന്റെ ശക്തിയെ അതിന്റെ മീതെയുള്ള ശക്തിയായിട്ട് കണ്ടു. ഇതായിരിക്കണം ദൈവമക്കളെ
ആ ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ വ്യൂ, നമ്മുടെ ശുശ്രൂഷകൾ, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ സക്സസ് ആകണമെങ്കിൽ ഒരിക്കൽ പോലും സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ അന്നേൽ അല്പം ഡൈലൂട്ട് ചെയ്തേക്കാം. എൻ്റെ കൂടെയുള്ള ആളുകൾ എന്നെ വിട്ടു പോകുന്നു, അതുകൊണ്ട് അല്പം ഷുഗർ കോട്ട് നടത്തിയേക്കാം. നെവർ, ഒരിക്കലും ആകരുത്. ദിസ് പാസേജ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദി അക്കൗണ്ടബിലിറ്റി ഓഫ് എ മിനിസ്റ്റർ. ഇത് ഇവിടെ മാത്രമല്ല, ആക്ട്സ് ചാപ്റ്റർ 5 അപ്പോസ്തലന്മാര് പ്രിസണിലായിട്ട് പുറത്തേക്ക് വരുന്നൊരു കാര്യമാണല്ലോ. 5-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 5-ന്റെ 41-42 വായിച്ചു കേൾപ്പിക്കാം. പത്രോസും കൂടെയുള്ളവരുടെ കാര്യമാണ്. തിരുനാമത്തിന് വേണ്ടി അതിന്റെ 40-ാം വാക്യം നിങ്ങൾ കണ്ടോ. അവർ അവനെ അനുസരിച്ചു അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു, ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ചവരെ വിട്ടയച്ചു. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. അന്നേൽ ഇനി പരിപാടി നിർത്തിയേക്കാവെന്നല്ല. നെക്സ്റ്റ് വേഴ്സ് എന്താണ്? പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീടുതോറും വീടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. നിങ്ങൾ കണ്ടോ വാക്യം? അവര് ജെറുസലേമിൽ ഒഫൻഡഡായി, പക്ഷെ വീണ്ടും ദൈവാലയത്തിൽ ചെല്ലുന്നു, വീട് കയറി ഇറങ്ങുന്നു. അവര് ദേ ബികം മോർ പവർഫുൾ. അവര് വളരെ വളരെ ശക്തിയുള്ളവരായിട്ട് മാറുകയാണ്. കാര്യം എന്നാണെന്നറിയാമോ? അവര് പറയുന്ന സന്ദേശം ആളുകളെ രൂപാന്തരപ്പെടുത്തുകയാണ്. എപ്പോഴും ഓർക്കേണ്ട കാര്യമുണ്ട്. എന്നെ കേൾക്കുന്ന ശുശ്രൂഷകന്മാരോടുകൂടെ ഞാനൊരു കാര്യം പറയാം. മീഡിയയിലൂടെ എന്നെ കേൾക്കുന്നവരുണ്ടല്ലോ, എപ്പോഴെല്ലാം ട്രൂത്ത് സംസാരിക്കുവോ നമുക്ക് ശത്രുക്കൾ ഉണ്ടായിരിക്കും. ഒഴുക്കിനനുസരിച്ച് പോവുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകുകയില്ല. ദൈവവചനത്തിന് വേണ്ടി, അതിന്റെ സത്യങ്ങൾക്ക് വേണ്ടി നിന്നാൽ ഉറപ്പായിട്ടും പ്രതിസന്ധി ഉണ്ടായിരിക്കും. ട്രൂത്ത് ഓൾവേസ് പ്രൊഡ്യൂസസ് ഒപ്പോസിഷൻ. അത് നിങ്ങളോടും പറയാം. ദൈവവചന സത്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ കുടുംബമായിട്ട് നിൽക്കുന്നതെങ്കിൽ ട്രൂത്ത് ഓൾവേസ് പ്രൊഡ്യൂസ് ഒപ്പോസിഷൻ. അതെപ്പോഴും ഓർത്തോണം. വില കൊടുക്കാതെ ഒരിക്കലും ക്രൂശ് എടുത്ത് അനുഗമിക്കുക എന്ന ആ യാത്ര മരിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ അപ്പോസ്തലൻ പറയുന്ന ആ കാര്യം കണ്ടോ. ഇവിടെയാണ് നമ്മുടെ ആ പ്രധാന പോയിന്റ് കിടക്കുന്നത്. ഹി വാസ് കോൺഫിഡന്റ് ഇൻ ഗോഡ്സ് പവർ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ 2-ാം വാക്യം കണ്ടോ. വലിയ പോരാട്ടത്തോടെ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രൈവോടെ, വളരെ വേദനയോടെ, വളരെ ഹൃദയനുറുക്കത്തോടെ, രക്തം, വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറുന്ന പോലെ അത്ര ആ തീവ്രമായ വേദനയിലൂടെ, അതാണ് വളരെ പോരാട്ടത്തോടെ ദൈവത്തിന്റെ സുവിശേഷം. അതൊരു ഭയങ്കര പദമാണ്. എന്താ ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറയാൻ കാര്യം? ദ ഗോസ്പൽ ഈസ് ഫ്രം ഗോഡ്. The gospel is God. The source of gospel is God. അതാണ് ദൈവത്തിന്റെ സുവിശേഷം. അങ്ങനെങ്കിൽ ഈ തിരുവെഴുത്തിനെ നമുക്ക് ഇങ്ങനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? God's word. When Bible speaks, God speak. ഞാനത് ആവർത്തിച്ച് പറഞ്ഞേക്കുന്ന വാക്കാണ്. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അത് ദൈവമാണ് സംസാരിക്കുന്നത്. കാരണം ഇത് ഇൻസ്പയർഡ് സ്ക്രിപ്ചർ ആണ്. എന്താ വിളിച്ചേക്കുന്നത്? ഞങ്ങൾ വളരെ പോരാട്ടത്തോടെ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കുവാൻ കർത്താവിൽ, ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരിക്കുന്നു. കണ്ട വാക്ക്. ഈ ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാല് അവിടുത്തെ വാക്ക് ഗോഡ് ഈസ് ദ സോഴ്സ്, ഗോഡ് ഈസ് ദ സബ്ജക്റ്റ്, ഹീ ഈസ് ദ ഓഥർ. റോമാലേഖനം 1:1 ബ്യൂട്ടിഫുൾ വേഴ്സ്, ബ്യൂട്ടിഫുൾ വേഴ്സ്. റോമൻസ് 1:1 അത് ഇംഗ്ലീഷിലാണ് അത്രയും ക്ലിയർ ആയിട്ട് എഴുതിയേക്കുന്നത്. പോൾ, എ ബോണ്ട് സെർവന്റ് ഓഫ് ക്രൈസ്റ്റ് ജീസസ്, called as an apostle, set apart for the gospel of God. എത്ര മനോഹരമാണ്. മലയാളത്തിൽ അങ്ങനെ ആ ഒരു പദം ആ നിലയിൽ
ദൈവം മുൻകൂട്ടി പ്രവാചകന്മാർക്ക് വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി എന്ന് എഴുതിയുള്ളൂ. എന്നാൽ ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്നത് ഗോസ്പൽ ഓഫ് ഗോഡ്. മറ്റു സ്ഥലങ്ങളിൽ വായിക്കുന്നുണ്ട് ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ ട്രിനിറ്റി, ട്രൈയൂൺ പേഴ്സന്റെ ആ ഡിവൈൻ എസൻസിൽ അവര് സമതുല്യരാണ് എന്ന് പറയാനായിട്ടാണ് ആ നിലയിൽ പദങ്ങൾ അവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ് ഈ ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ. അടുത്ത പദം കണ്ടോ? നിങ്ങളോട് പ്രസംഗിക്കാൻ ഞങ്ങളുടെ ദൈവത്തിൽ ഞങ്ങൾ ധൈര്യപ്പെട്ടിരുന്നു. ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹിസ് കോൺഫിഡൻസ് ഈസ് നോട്ട് ഇൻ ഹിസ് ഫ്ലഷ്, it is not in his method, it is not in his cleverness, it is not in his popularity. അദ്ദേഹത്തിന് എപ്പോഴും അറിയായിരുന്നു ഞാൻ പറയുന്ന സന്ദേശം ഒരിക്കലും പോപ്പുലർ ആകുകയില്ല എന്ന് ആ ഭക്തൻ അറിയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, എങ്കിലും അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. ഞങ്ങളുടെ ഹൃദയം, ഞങ്ങളുടെ മനസ്സിടറാതെ, ഞങ്ങൾ ഈ ഉപദ്രവത്തിൽ പതറാതെ, ഞങ്ങളെ ലീഗലി പോലും അബ്യൂസ് ചെയ്യുമ്പോൾ, ഒരു റോമൻ സിറ്റിസണായ എന്നെ വിചാരണ കൂടാതെ ജയിലിൽ അടച്ചപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. ഹി വാസ് സോ കോൺഫിഡന്റ് ഇൻ ദ പവർ ഓഫ് ഗോഡ്. ഇതാണ് ശുശ്രൂഷയുടെ വിജയം. മനസ്സിലാവുന്നോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങനെയാണെങ്കിൽ എഫീസ് ലേഖനം 6:10, എഫീഷ്യൻസ് 6:10, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ആ വാക്യം അത്രയും പറഞ്ഞാൽ പോരെന്ന് എനിക്കറിയാം, എങ്കിലും നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായോ? നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല. കാരണം എന്നാ? ഫിലിപ്പിയിലെ പോരാട്ടത്തിന്റെ നടുവിലും ദൈവത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ വരികയും ഞങ്ങൾ അവനെ ധൈര്യപ്പെടുകയും വളരെ പോരാട്ടത്തോടെ ആ സന്ദേശം നിങ്ങളുടെ അടുക്കൽ എത്തിക്കുകയും ചെയ്തു. അതാണ് അതിന്റെ അർത്ഥം. ക്ലിയർ ആയ 2 വാക്യങ്ങൾ. 3-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. എന്താ 3-ാം വാക്യം? ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെ വന്നല്ല. ഫോർ അവർ എക്സോർട്ടേഷൻ ഡസ് നോട്ട് കം ഫ്രം എറർ ഓർ ഇംപ്യൂരിറ്റി ഓർ ബൈ വേ ഓഫ് ഡിസീറ്റ്. ഇത് വാസ്തവത്തിൽ തനിക്കെതിരെ ആരോപിച്ചതായിരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനൊരു പദം, തെസ്സലോനിക്ക സഭയിലെ ആളുകൾ എല്ലാവരും വീണ്ടും ജനിച്ചവരായിരുന്നു, വിശുദ്ധരായിരുന്നു, അവരാത്മീയരായിരുന്നു, അവര് കർത്താവിന്റെ വരവിനായിട്ട് കാത്തിരുന്നവരായിരുന്നു. അത് നമ്മൾ വിശദമായിട്ട് ചിന്തിച്ചായിരുന്നല്ലോ. മാതൃകാ സഭയായിരുന്നു, ഗോസ്പൽ എക്കോ ചെയ്ത് ഇന്റർനാഷണൽ ലെവലിലേക്ക് പോയ സഭയാണ്. പക്ഷെ ആ സഭയ്ക്കകത്തല്ലിത്. കാരണം ഇത് പുറത്തു നിന്ന് തന്നെ അറ്റാക്ക് ചെയ്യുന്ന കപടവേലക്കാർ, പുറത്തു നിന്ന് തന്നെ അറ്റാക്ക് ചെയ്യുന്ന വ്യാജന്മാർ, കള്ളക്രിസ്തുക്കൾ, വ്യാജ പ്രവാചകന്മാർ, അവര് മത ലീഡേഴ്സ്, ജൂവിഷ് ക്രിസ്ത്യൻ ഒപ്പോണൻസ്, ജൂവിഷ് ലീഡേഴ്സ്, അവര് തനിക്കെതിരെ പറഞ്ഞാണ് പോള് അശുദ്ധിയിൽ നിന്നാണ് പറയുന്നത്, തൻ്റെ ലൈഫ് ഇംപ്യുവർ ആണ്, തൻ്റെ സന്ദേശം ക്ലിയർ അല്ല, ട്രൂത്ത് അല്ല. ഇതാണ് സംഭവം. ഇവിടെ നിന്നുകൊണ്ട് 3-ാം വാക്യത്തിനകത്ത് ഫോർ അവർ എക്സോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എ ക്രൈ, ആൻ അപ്പീൽ, എ കോളിംഗ് എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. എ ക്രൈ, ആൻ അപ്പീൽ, എ കോളിംഗ്. അപ്പോൾ പറയുകയാണ് ഞങ്ങളുടെ പ്രബോധനം, 3 വാക്ക് കണ്ടോ, അബദ്ധത്തിൽ നിന്നല്ല. മീനിങ് ആ 3 വാക്ക് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അബദ്ധത്തിൽ നിന്നല്ല. അബദ്ധത്തിൽ നിന്നല്ല എന്ന് പറയാനായിട്ടുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പദം, ദ വേർഡ് എറർ എന്നത് അപ്പോസ്തലൻ പറയുന്നത് ഇത് കേവലം തെറ്റായ ഒരു കാര്യമല്ല, ഞാൻ ട്രൂത്താണ് പറയുന്നത്. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. തെളിവെന്നാ? 1-ാം അധ്യായത്തിൽ ആ സഭയിലുണ്ടായ രൂപാന്തരമാണ്. മനസ്സിലാവുന്നോ? അവര് ഈ എക്സ്റ്റേണലി ഒക്കെ രൂപാന്തരം വരാം, പക്ഷെ ഇന്റേണലി അങ്ങനെ ഉണ്ടാകുകയില്ല. അവരുടെ സ്വഭാവം മാറി, ക്യാരക്ടർ മാറി, അവർ മോഡലായി, കഷ്ടം സഹിക്കേണ്ടി വന്നിട്ട് ഗോസ്പല് പറയാനായിട്ട് തുടങ്ങി.
കഷ്ടതയുടെ നടുവിൽ സന്തോഷിക്കാനായിട്ട് തുടങ്ങി, കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി, വിഗ്രഹങ്ങളെ വിട്ടു. ഇങ്ങനെ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ഒരുമിച്ച് കേട്ടാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവരോട് ചോദിച്ചു നോക്ക്, ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നല്ല. പിന്നെന്താണ്? There was no false teaching here. There was only the word of God. ഞാൻ ഡിസീവർ അല്ല, എന്റെ സന്ദേശം ആക്യുറേറ്റ് ആണ്. ഒരു ശുശ്രൂഷകൻ ഇങ്ങനെ പറയാനായിട്ട് കഴിയണം, എന്റെ പ്രബോധനം അബദ്ധത്തിൽ നിന്നല്ല, ഈ തിരുവെഴുത്തിൽ നിന്നാണ് എന്ന് പറയാനായിട്ടുള്ള ആ ഒരു ബോൾഡ്നെസ് അവന്റെ അകത്തുണ്ടായിരിക്കണം. ഇവിടെ നമ്മളെയൊക്കെ ഇത് ഏൽപ്പിച്ചേക്കാണ് ഈ ട്രൂത്ത് പറയാനായിട്ട്. ഇത് അബദ്ധമല്ല, ഇത് എറർ അല്ല, ഇത് മിസ്റ്റേക്ക് അല്ല, ഇത് ആബ്സല്യൂട്ട് ട്രൂത്ത് ആണെന്ന് പറയാൻ നമ്മളെ ഏൽപ്പിച്ചേക്കാണ്. അതുകൊണ്ടല്ലേ പോള് തിമത്തിയോട് പറഞ്ഞേക്കുന്നത്, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധിയെ നീ സൂക്ഷിക്കണം, ഗാർഡ് ചെയ്യണം, ആ ട്രഷറിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് തിമത്തിയോട് പറഞ്ഞേക്കാണ്. അത് വിശ്വസ്തരായവരെ പരമേൽപ്പിക്കണം എന്ന് പറഞ്ഞേക്കാണ്. അങ്ങനാണെങ്കിൽ ഞാൻ വായിച്ച ഒരു കോട്ട് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കട്ടെ. നമ്മളൊരു സഭ അന്വേഷിക്കുമ്പോൾ ഒന്നാമത് നോക്കേണ്ടത് എന്താണെന്നറിയാമോ? ഈ ട്രൂത്ത് ഗാർഡ് ചെയ്യുന്നവരാണോ നോക്കണം, അല്ലാതെ ഒരിടത്തും പോകരുത്. ഞാൻ ആ ഒരു കോട്ട് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം, ശ്രദ്ധയോടെ കേൾക്കണം. വെൻ യു ലുക്ക് ഫോർ എ ചർച്ച്, ഡോണ്ട് ആസ്ക് ഹൗ ഗുഡ് ഈസ് ദെയർ മ്യൂസിക്, how good is their children's program. Don't ask how clever is their preacher, how interesting is he. പിന്നെ എന്നാ ചോദിക്കേണ്ടത്? Ask this, how well do they guard the truth, how well do they take care of the treasure of the truth. ഇതായിരിക്കണം നമ്മൾ അന്വേഷിക്കേണ്ടത്. എന്നെ കേൾക്കുന്ന സകല ആളുകളോടും പറയാം, അവിടെ ലൈറ്റ് സിസ്റ്റം എങ്ങനെയാണെന്നോ, മൈക്ക് സിസ്റ്റം എങ്ങനെയാണെന്നോ, അവിടുത്തെ പാട്ട് എങ്ങനെ ഉണ്ടെന്നോ. ഒരാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വാചകം, ഒരാൾ എഴുതിയൊരു വാചകം ഞാൻ ഇങ്ങനെ വായിക്കുകയാണ്. ഒരു ഭക്തനായ ഒരാള് ഒരു പാസ്റ്ററോട് എന്ന് പറയുകയാണ്, പാസ്റ്റർ, ഫയർ ദ ഡ്രാമ ടീം ഫ്രം ദ സ്റ്റേജ്. ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലായോ? നമ്മുടെ സ്റ്റേജിൽ നിന്ന് ഡ്രാമ ടീമിനെ ഫയർ ചെയ്യണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ആ വാക്കുണ്ടോ? തിമത്തിയോട് പോള് പറയുകയാണ്, God what has been entrusted to you. ഞാൻ ആ വാക്യം നിങ്ങളിത് വായിച്ചു കേൾപ്പിക്കുക, അത് മറന്നു പോകാതിരിക്കാൻ. നമുക്ക് പരിചയമുള്ള വാക്യാണ്. 1 തിമോത്തിയോസ് 6:3. ആദ്യം ശ്രദ്ധിക്കണം. If anyone advocates a different doctrine and does not agree with sound words, those of our Lord Jesus Christ, and with the doctrine conforming to godliness, ഇങ്ങനെയുള്ളവരോട് യാതൊരു, കർത്താവിന്റെ വചനം അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവനോട് ഒരു കൂട്ടായ്മയും പാടില്ല. 20ാമത്തെ വാക്യം, അല്ലയോ തിമോത്തിയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട്, അത്ര മതി, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട്. ഞങ്ങളുടെ പ്രബോധനം വായിച്ചത് എങ്ങനെയാണ്? അബദ്ധത്തിൽ നിന്നല്ല. ഇത് നമുക്ക് ഉറപ്പായിരിക്കണം. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നല്ല. ഇത് ഞങ്ങളെ 2000 വർഷമായിട്ട് ദൈവസഭ കർത്താവ് ഭരമേൽപ്പിച്ച ട്രൂത്താണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത് എന്ന കാര്യത്തിൽ ഉറപ്പ് വരുത്തിയിരിക്കണം. നോക്കൂ, 2 കൊരിന്ത്യർ 2:17, 2 Corinthians 2:17. അതൊരു വാക്യമാണ്. 2 Corinthians 2:17 അപ്പോസ്തലൻ കൊരിന്ത്യയിലെ ദുരുപദേശകരെ ഉന്നം വെച്ച് പറയുന്ന വാക്യമാണ്. 2:17 പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് എഴുതിയേക്കുന്നത് നോക്കി. അവസാന വാക്യം, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെ അല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? ആളെ കാണുമ്പം നമ്മുടെ നാട്ടിൽ പറയത്തില്ലേ, പന്തി അറിഞ്ഞു വേണം വിളമ്പാൻ. ഇത് പറ്റിയല്ല. ദൈവവചനം കൃത്യമായി പറയണം.
അതാളുകൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പറയണം. ഇവിടെ അപ്പോസ്തലൻ പറയുന്ന വാക്ക് നോക്കിയേ, ഞങ്ങൾ ദൈവവചനത്തെ കൂട്ടുചേർക്കുന്ന, ആഡ് ചെയ്യുന്ന, കേൾവിക്കാരെ പ്രസാദിപ്പിക്കുന്ന, താൽക്കാലിക ലാഭത്തിന് വേണ്ടി ദുരുപദേശകർ ആളെ കൂട്ടാൻ ചെയ്യുന്നത് പോലെ അല്ല. എത്ര പേർക്ക് അങ്ങനെ പറയാനായിട്ട് കഴിയും? എത്ര ശുശ്രൂഷകന്മാർക്ക്, ദൈവവചനം കൈകാര്യം ചെയ്യുന്നവർക്ക് അങ്ങനെ പറയാനായിട്ട് കഴിയും? എത്ര ദൈവമക്കൾക്ക് പറയാനായിട്ട് കഴിയും ഞങ്ങളുടെ ഉപദേശി അങ്ങനെ അല്ല എന്ന് പറയാനായിട്ട് കഴിയും? അതാണ് നമ്മുടെ ബോൾഡ്നെസ്. ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെ അല്ല, നിർമ്മലതയോടെ. എന്തൊരു വാക്കാന്നറിയോ, സിൻസിയർ. ഞാൻ താഴെ ഒരു പദം വരുന്നതുകൊണ്ട് അപ്പോൾ വിവരിക്കാൻ. ഇവിടെ അപ്പോസ്തലൻ പറയുന്ന വാക്കിതാണ്, അവിടുത്തെ ഉപയോഗിച്ചിരിക്കുന്ന ആ പദം. വി ആർ നോട്ട് ലൈക്ക് മെനി പെഡ്ലിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. ആ പദമൊക്കെ നമ്മൾ നമ്മുടെ ഹെഡിങ് മറക്കരുത്. അക്കൗണ്ടബിലിറ്റി ഓഫ് എ മിനിസ്റ്റർ. ഇതാണ് ഒന്നാമത്തെ അക്കൗണ്ടബിലിറ്റി. ഇതിനോട് കൂട്ട് ചേർക്കരുത്. പിന്നെ എന്താ ചെയ്യണം? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽപ്പാൻ ശ്രമിക്കാം. ഹി വാസ് കമ്മിറ്റഡ് ടു ഗോഡ്സ് ട്രൂത്ത്. ഒന്നാമത്തെ കാര്യം മനസ്സിലായോ? ഹി വാസ് ദൈവമാണ് തന്നെ ശക്തീകരിച്ചത്. രണ്ടാമത്തേത്, ഹി വാസ് കമ്മിറ്റഡ് ടു ഗോഡ്സ് ട്രൂത്ത്. അതിന്റെ ഒന്നാമത്തെ കാര്യം, ഞങ്ങളുടെ പ്രബോധനം 1:3 വായിക്കുന്നത് അബദ്ധത്തിൽ നിന്നല്ല, ഇറ്റ് ഈസ് എ ട്രൂത്ത്, ആബ്സല്യൂട്ട് ട്രൂത്ത്. രണ്ടാമത്തെ പദം അവിടെ കേട്ടോ, നിങ്ങൾ കണ്ടോ? അത് ആ എഴുത്തിന്റെ മനോഹരത്വം നിങ്ങൾ കാണണം. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ അല്ല. അബദ്ധം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഡോക്ട്രിൻ. അശുദ്ധി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദെയർ പേഴ്സണൽ ലൈഫ്. ആ പദത്തിന്റെ ആ കണക്ഷൻ കണ്ടോ? പ്രസംഗം വളരെ നല്ലതാ, ജീവിതം ഇല്ലെന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യാൻ പറ്റും? അപ്പോസ്തലൻ പറയുകയാണ്, ഹി വാസ് കമ്മിറ്റഡ് ടു ലിവിങ് ദ ട്രൂത്ത്. അതാണ് എൻ്റെ അർത്ഥം. ഒന്നാമത്തെ കാര്യം, he always speak truth. Second, he was committed to living the truth. I speak truth out of a pure life. ഞാൻ സത്യം സംസാരിക്കുന്നു, ജീവിതത്തിന്റെ ബായ്ക്കപ്പ് അതിനുണ്ട് എന്നതാണ് അവിടുത്തെ സത്യം. ഈ വ്യാജം പറയുന്നവരെയൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത്? ജീവിതത്തിന്റെ ബായ്ക്കപ്പ് ഇല്ലാത്തവരെ നമ്മൾ എന്താണ് പറയേണ്ടത്? If you have anything to do with God and His ministry, always live according to the truth of Bible. അത്രയും പറയാനേ എനിക്ക് ഇന്ന് രാത്രി സമയമുള്ളൂ. ഇവിടെ ആ വാക്ക് അശുദ്ധിയിൽ നിന്ന് എന്നത്, അത് ഈ ഒരുവന്റെ മോറൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലത്ത് റിലീജിയൻ ലീഡേഴ്സ് ഉണ്ട്, ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അങ്ങനെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നത് ദൈവത്തോടുള്ള യൂണിയൻ ആണെന്ന് പഠിപ്പിക്കുന്ന പാഗൺ റിലീജിയൻ അവിടെ ഉണ്ട്. അത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പട്ടണമാണ് തെസലോനിക്ക, ബെരോവ, കൊരിന്ത്, ഫിലിപ്പി, അങ്ങനെയുള്ള പട്ടണങ്ങൾ. ആ പട്ടണത്തിന്റെ ആ സൂവേജ് പൈപ്പിന്റെ മേളിലാണ് ഹോളിനെസിനെ പറയുന്ന ഒരു സഭ വളർന്നു വന്നത്. ആ സഭയ്ക്ക് ജന്മം കൊടുത്തത് ആ അപ്പോസ്തലനെ പറ്റിയാണ്. ഇവൻ അശുദ്ധനാണ്, മറ്റ് റിലീജിയസ് ലീഡേഴ്സിനെ പോലെ ഇമ്മോറൽ ആണെന്ന് പറഞ്ഞപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, നോ, ഞാൻ നിങ്ങളുടെ കൂടെ താമസിച്ചതാണ്, ഞാൻ നിങ്ങളുടെ കൂടെ പാർത്തതാണ്. നിങ്ങൾ അറിയും പോലെ നിങ്ങളും ദൈവവും സാക്ഷി. നിങ്ങൾ അറിയും പോലെ പറയാൻ കാര്യം എന്നാ? യാതൊരു അശുദ്ധിയും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളാണ് അതിന്റെ സാക്ഷികൾ. ഞങ്ങളുടെ പ്രബോധനം ട്രൂത്തായിരുന്നു, ഞങ്ങളുടെ ജീവിതം പ്യുവറായിരുന്നു. മനസ്സിലായെന്ന് വിചാരിച്ചോട്ടെ. ആ പദം എത്ര പവർഫുള്ളാണ് എന്ന് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. എത്ര പവർഫുള്ളായിരുന്നു പരിശുദ്ധാത്മാവിലൂടെ ആ ശുശ്രൂഷ അവിടെ ചെയ്തത്. ഒന്ന്, ഹി വാസ് കോൺഫിഡന്റ് ഇൻ ഗോഡ്സ് പവർ. സെക്കൻഡ്, ഹി വാസ് കമ്മിറ്റഡ് ടു ഗോഡ്സ് ട്രൂത്ത്. പ്രിയപ്പെട്ടവരെ, ഈ വ്യാജം പ്രസംഗിക്കുന്ന
ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവരുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇമ്മോറാലിറ്റി ഉണ്ട്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ പിടിക്കപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. ഈ വലിയ വലിയ ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സിനെയൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം, അവരുടെ പ്രബോധന അബദ്ധത്തിൽ നിന്നാണ്. അവരുടെ ജീവിതം ട്രൂത്ത് അല്ല, വളരെ ഹൈഡാണ് എന്ന് ഈ ഇസബേലിന്റെ ആളുകൾ സഭയിലുണ്ടെന്നൊക്കെ ദൂത് പറയുന്നില്ലേ വെളിപ്പാട് പുസ്തകത്തിനകത്ത്? ഇസബേലിനോട് വ്യഭിചാരം ചെയ്യുന്ന തലമുറ, അത് ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഓർക്കുന്നോ, ജൂഡിന്റെ ലേഖനം നമ്മൾ പഠിച്ചപ്പം 2 Peter chapter 2 ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അവര് ഏകനാഥനും നമ്മുടെ കർത്താവുമായ നമ്മുടെ നാഥനെ വിട്ട് ബിലയാമിന്റെ ഉപദേശം പിടിക്കുന്നവർ. ഇതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 2-ാം അധ്യായത്തിനകത്ത് ഫോൾസ് ടീച്ചേഴ്സിന്റെ ഇംപ്യൂരിറ്റിയെ പറ്റി നമ്മൾ വിശദമായിട്ട് പഠിച്ചിരുന്നു. ഈ വാക്ക് നോക്കിയേ, പോള് എത്ര കോൺഫിഡന്റ് ആയിട്ടാണ് താൻ ദൈവത്തിന് കമ്മിറ്റഡ് ആണെന്ന് പറയാനായിട്ട് ഉപയോഗിച്ചേക്കുന്ന പദം. ഹി വാസ് ട്രൂലി കമ്മിറ്റഡ് ടു ഗോഡ്സ് ട്രൂത്ത് ബിക്കോസ് യു ആർ അവർ വിറ്റ്നസ്. ഞങ്ങളുടെ പ്രബോധനാബദ്ധത്തിൽ നിന്നല്ല, അശുദ്ധിയിൽ നിന്നല്ല. അതിന്റെ അർത്ഥം, പോൾ ഈസ് നോ ഫിൽത്തി ഡ്രീമർ, പോൾ ഈസ് നോ ഫോർണിക്കേറ്റർ, പോൾ ഈസ് നോ അഡൽട്ടറർ. ഹി സ്പീക്ക് ട്രൂത്ത് and he speaks it out of a pure life. ക്ലിയർ ആയ? 3-ാമത്തെ വാക്യം, ഒരു പദവും കൂടെ അവിടെ ഉണ്ട്, ഒരു പദവും കൂടെ. അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ അല്ല. അതിന്റെ അർത്ഥം, ഹിസ് മോട്ടീവ് വാസ് വെരി പ്യുവർ. ഒരു വ്യാജ ലക്ഷ്യവും തനിക്കുണ്ടായിരുന്നില്ല. ഫോൾസ് പ്രോഫറ്റിനോ ഇമ്മോറാലിറ്റി അവരുടെ ലക്ഷ്യമാണ്, ഫോർണിക്കേഷൻ അവരുടെ ലക്ഷ്യമാണ്, ദ്രവ്യാഗ്രഹം അവരുടെ ലക്ഷ്യമാണ്, ആളുകളെ മുഖസ്തുതി പറഞ്ഞ് പിടിക്കുന്ന അവരുടെ ലക്ഷ്യമാണ്. അപ്പോസ്തലൻ പറയാണ്, മൈ മോട്ടീവ് ഈസ് സോ പ്യുവർ ആസ് യു നോ. ഞാൻ ആസ് യു നോ ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാര്യം, 6 പ്രാവശ്യം 11 വാക്യത്തിൽ ഇത് പറയാൻ കാര്യം, തൻ്റെ ഒപ്പോണന്റിന് ഒരു വാക്കിനും ഇടം കൊടുക്കാതെ അപവാദിക്ക് വിരോധം പറയാൻ ഇടയില്ലാത്ത വണ്ണമുള്ള ജീവിതം. പ്രിയപ്പെട്ടവരെ, എനിക്ക് ആ പദം, ആ അശുദ്ധി വ്യാജത്തോടെ എന്നത് ഞാൻ അടുത്ത ആഴ്ചയിൽ പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി നിങ്ങൾ ആ വാക്കുകളെ നോക്കിയേ. അപ്പോസ്തലൻ പറയുകയാണ്, സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്ന കാര്യം. നിങ്ങളുടെ സഭയുടെ അകത്തോട്ട് നോക്കിയാൽ മതി, നിങ്ങളുടെ ജീവിതം നോക്കിയാൽ മതി. 2-ാമത്തെ വാക്യം, he was so confident in God's power. കാര്യം എന്നാ? ഫിലിപ്പിയിലെ ഉപദ്രവം ഞങ്ങളെ തളർത്തിയില്ല, അതിന് മുമ്പുണ്ടായ ഉപദ്രവങ്ങൾ ഒന്നും ഞങ്ങളെ തളർത്തിയില്ല, പത്രോസിനും കൂട്ടർക്കും ഉണ്ടായ ഉപദ്രവം അവരെ തളർത്തിയില്ല. ഞങ്ങൾ ഈ പോരാട്ടത്തിന്റെ നടുവിൽ ഇന്റേണൽ, എക്സ്റ്റേണൽ, ലീഗൽ എല്ലാം ഞങ്ങൾക്കെതിരാണെങ്കിലും ദൈവമാണ് ഞങ്ങളുടെ ഗോസ്പലിന്റെ സോഴ്സ്. അത് ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. ഇത് ട്രൂത്താണ്. ഞങ്ങൾക്കൊരു റോങ് മോട്ടീവും ഇല്ല. ഞങ്ങൾ പറയുന്നത് വ്യാജത്തോടെയല്ല. ഞങ്ങളുടെ ജീവിതം അശുദ്ധമല്ല. ഞങ്ങളുടെ മോട്ടീവിനകത്ത് ഒരു തെറ്റായ ലക്ഷ്യവും ഇല്ല. These are the ingredients of a powerful ministry. ഞാൻ കർത്താവ് അനുവദിക്കുന്ന പക്ഷം അടുത്ത ആഴ്ചയിൽ ബാക്കി കാര്യങ്ങൾ പറയാം എന്നാണ് വിചാരിക്കുന്നത്. ഈ 2-ാം അധ്യായം നിങ്ങൾ എല്ലാവരും ഒന്ന് ധ്യാനിക്കണം. പ്രത്യേകിച്ച് ആദ്യത്തെ ആ പാരഗ്രാഫ്, സോ ബ്യൂട്ടിഫുൾ. എത്ര മനോഹരമാണെന്നറിയാം. ഓരോ പദങ്ങളും ഒരു ശുശ്രൂഷകന്റെ ഹൃദയമാണ് ആ വാക്യങ്ങൾക്കകത്ത് കാണുന്നത്. നമ്മുടെ അക്കൗണ്ടബിലിറ്റിയാണ് ആ വാക്യങ്ങൾക്കകത്ത് കാണുന്നത്. നമ്മുടെ കർത്താവിന്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. താങ്ക് യു.